ഉത്തരേന്ത്യയിൽ വിദ്യാഭ്യാസ വിപ്ലവം തീർക്കുന്ന മലയാളി പണ്ഡിതൻ നമ്മൾ അറിയണ്ടേ? വെറുമൊരു വാടക കെട്ടിടത്തിൽ നിന്നും ആരംഭിച്ച് ഇപ്പോൾ 23 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയത്തിലൂടെ വലിയ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിച്ച് പ്രത്യേകിച്ചും ബീഹാറിലെ കിഷൻഗഞ്ച് ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സുബൈർ ഹുദവി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനം നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. അവസാനം ഇവിടെ തന്നെ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ഞാനും എത്തി. നിങ്ങളിപ്പോൾ 2 ദിവസമായില്ലേ വന്നിട്ട്? ഇവർ ബുധനാഴ്ച വന്നത്. ഏതായാലും തങ്ങളൊപ്പം വളരെ സന്തോഷം. പിന്നെ എന്ത് തോന്നുന്നു? അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട് നമ്മൾ ഈ ഒരു കാഴ്ച. തങ്ങളോട് ചോദിച്ചോളൂ, എന്താണ് തങ്ങൾ തുടക്കം മുതലേ കുർത്തുബയുടെ നേതൃത്വം തങ്ങളുടെ കയ്യിലാണ്. തങ്ങളുടെ ഒരു സപ്പോർട്ടോടെയാണ് നമ്മളവിടെ തുടങ്ങുന്നത്. ബാക്കി അവിടുത്തെ കാര്യങ്ങൾ തങ്ങളവിടെ വന്നിരുന്നല്ലോ അല്ലേ? പല പ്രാവശ്യം വരാറുണ്ട്. തങ്ങളെ ഇപ്പൊ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, നല്ല ഒരു പുരോഗതിയാണ്. നമ്മളെ സുബൈർ ഹുദവിൻ്റെ നേതൃത്വത്തിൽ സയ്യിദ് ഹുദവി അവരൊക്കെ, അതുപോലെ അവിടുത്തെ പിന്നെ ബീഹാർ സംസ്ഥാനത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അവിടുത്തെ നമ്മുടെ ഉസ്താദ് മുദ്ദസിർ തങ്ങളാണ്. ദാറുൽ നിന്ന് മുമ്പ് പഠിച്ചു പോയവരാണ്. അപ്പോൾ എല്ലാവരും വളരെ വലിയ പിന്തുണയാണ് ആ സ്ഥാപനത്തിന് നൽകിയത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തു നിന്ന് എല്ലാ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പ്രവാസികൾ, അത് ഗൾഫ് മാത്രമല്ല, അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ, അഥവാ കോവിഡിൻ്റെ വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ സ്ഥാപനം ഉയർന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെയൊക്കെ പിന്തുണ, പിന്നെ സുബൈർ ഹുദവിയും ഇവരൊക്കെ അതിനായിട്ട് ഒഴിഞ്ഞു വെച്ച ഇതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ വലിയ വളർച്ചയും ഉയർച്ചയും നേടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വളരെ പിന്നോക്കാവസ്ഥയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും എല്ലാ രംഗത്തും. എന്താണ് എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെടുക്കാം? അഥവാ നമ്മളിപ്പോൾ ബീഹാർ ഏറ്റവും ഇതിലുള്ള സ്റ്റേറ്റിലാണെന്ന് പറയും. അത് നമ്മളൊരു ഗ്രൗണ്ട് ലെവലിൽ പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ ഇപ്പോഴും ഒരു 80% 70% ഡ്രോപ്പ് ഔട്ടായി പോകുന്നുണ്ട് 8ാം ക്ലാസ്സിൽ. ഈ 2025 അതും വിത്തൗട്ട് ലിറ്ററസി ആണെന്ന് പറയാം. 8 വരെ പഠിച്ചിട്ടും വേണ്ട പോലെ എഴുത്തും വായനയും അറിയാത്തവരോ ന്യൂമറിക്കൽ ഇത്, പക്ഷെ നല്ല സ്കില്ലുള്ളവരാണ്, നല്ല IQ ഉള്ളവരാണ്. അവർക്ക് പഠിപ്പിക്കപ്പെടുന്നില്ല. ഒരു 300-400 കുട്ടികൾ എൻറോൾ ചെയ്തൊരു സ്കൂളിൽ മുമ്പൊക്കെ 30-40 വന്നിരുന്നു. ഇപ്പോൾ കുറച്ചിങ്ങനെ ഒരു ചെറിയ ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടുണ്ട്. പക്ഷെ അറ്റൻഡൻസ് ഉണ്ട്, പഠിപ്പിക്കപ്പെടുന്നില്ല. അതെല്ലാ മേഖലയിലും അത് തന്നെയാണ്. ഇത് ഇപ്പോൾ നമ്മൾ മുസ്ലിംസിൻ്റെ ഇടയിൽ, ദളിത്സിൻ്റെ ഇടയിലാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നാക്കാവസ്ഥ. പിന്നെ പാവപ്പെട്ട ഗ്രാമങ്ങളിലെല്ലാം സിറ്റുവേഷൻ ഇതാണ്. പിന്നെ ഒരു പ്രോജക്റ്റും താഴേക്കിടയിലേക്ക് എത്തൂല. ഇപ്പോൾ നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷനുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് 6 വർഷമായിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യാം. ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് വളരെ അവർക്ക് താല്പര്യമില്ല. കാരണം അവരുടെ സാലറി ഫിക്സ്ഡ് ആണ്, കൺഫേംഡ് ആണ്, പിന്നെ അവർക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പം ഈ പിന്നാക്കാവസ്ഥയെ എങ്ങനെയാണ് നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ വിജയബേരി നമ്മളെ മുമ്പിൽ വലിയ മാതൃകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളായിരുന്നു ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെയൊക്കെ വരും ചെയ്തിരുന്നു. സലീം സാറും ഇവരൊക്കെ വരും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പം CT അബ്ദുൽ ഖാദർ ഹാജി അതിന് തുടക്കം മുതൽ തന്നെ ആ ഒരു ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു മാറ്റം ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ ലേണിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. കുട്ടികളെ ഈ സ്കൂളിലും പോകാത്ത കുട്ടികൾ, അല്ലെങ്കിൽ പഠനം കിട്ടാത്ത കുട്ടികൾ, നമ്മൾ 10 ലേണിംഗ് സെൻറ്ററിൽ ഇപ്പോൾ 350ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം 2018 നമ്മൾ ഒന്നും ഇങ്ങനെ എന്തൊക്കെ വേണമെന്ന് പഠിച്ചു. ഞാൻ സത്യത്തിലൊരു സ്കൂൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ സ്കൂളിനേക്കാളൊരു ആവശ്യം ലീഡേഴ്സാണ് അവിടെ ഉണ്ടാവേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ 2019 കുർത്തുബ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത കുട്ടികളാണ്. ഈ കുട്ടികൾ ഇപ്പോൾ വന്നതാണ്. അതിൽ ആദ്യ ബാച്ചിലെ ഇവരുടെ ഒരു പ്രത്യേകത, നമ്മൾ എന്താണെന്ന് അറിയാതെ വന്ന ആൾക്കാരാണ് ഇവർ. കേട്ടറിഞ്ഞിട്ട് ഒരു 250ഓളം പേര് വന്നു. അതിൽ അതന്നെ പല പ്രായക്കാരുണ്ടായിരുന്നു. നമ്മൾ 10 വയസ്സിൻ്റെ മുകളിൽ 12 വയസ്സിൻ്റെ താഴെ ഒരു വാടക എടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ 60 കുട്ടികളെ എടുക്കണമെന്ന് വെച്ചിട്ട് 55 കുട്ടികളെ കിട്ടിയത്. അതിൽ തന്നെ ഇവർ പലരും എഴുത്തും വായനയും അറിയാത്തവരായിരുന്നു. ഈ കുട്ടികൾ തന്നെ നമ്മളൊരു IQ ഉണ്ട്, വർത്തമാനം പറയുമ്പോൾ നമ്മൾ വാചിക പരീക്ഷയിലൊക്കെ കിട്ടി അങ്ങനെ വന്നവരാണ്. ഇവിടെ വന്നിട്ട് ശരിക്കും എഴുത്തും വായനയും
ആൽഫബറ്റ്സ് മുതൽ പഠിച്ച് റെഡിയാക്കി ഒന്നുകൂടി ക്ലിയർ ചെയ്ത് അങ്ങനെ പഠിപ്പിച്ചവരാണ്. പക്ഷെ ഒരു 4-5 മാസം കൊണ്ട് ഒരു 6ാം ക്ലാസ്സിന് ഈക്വലൻ്റ് ആക്കി ഒരു ഒരു ക്രാഷ് രീതിയിൽ. ഇപ്പം അവർ 10th ഇവരിൽ 30 പേര് 10th എഴുതി. ഒരുപാട് കുട്ടികൾ കൊഴിഞ്ഞു പോയി. 30 പേര് 10th എഴുതിയിട്ട് പിന്നെയും 10 കുട്ടികൾ പോയി. ഇവരൊക്കെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു 10th. 4 ഭാഷ ഇപ്പോൾ അവർ പഠിക്കുന്നുണ്ട്. അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു. ഹിന്ദി സാൻസ്ക്രിറ്റൈസ്ഡ് ശുദ്ധ ഹിന്ദി തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം കാരണം നമ്മൾ ആ ഒരു പ്യുവർ റീജിയണൽ ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പഠിക്കണം എന്നുള്ളതാണ് നമ്മളൊരു കാഴ്ചപ്പാട്. അതിൻ്റെ സാഹിത്യവും കാര്യങ്ങളും ഇതൊക്കെ. ഇപ്പോൾ അവർ 11th. അപ്പോൾ നമ്മളിങ്ങനെ കേരളം കാണുക, നമ്മളിങ്ങനെ കേരളത്തെ കുറിച്ച് പറയാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മളിപ്പോൾ വില്ലേജ് മുതൽ പഞ്ചായത്ത്, കോളേജ്, ഓർഫനേജ്, സ്കൂള്, മഹല്, യൂണിവേഴ്സിറ്റി. ഇന്നിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി അവർ നല്ലൊരു സന്തോഷകരമായിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ സെമിനാറിൽ പങ്കെടുത്തു. ഇന്നലെ വിസ്മയ പാർക്ക് പോയിരുന്നു. കടല ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പോഴാണ് അവർ പഹലെ ബാർ സമുദ്ര ദേഖ് രഹേ ഹൈ ജിന്ദഗി में. First time you are seeing sleep? Yeah? How is the experience? That's very nice. Nice experience. Okay. Did you earlier visited here, Panakkad? No. ഫസ്റ്റ് ടൈം കേരള. First time Kerala. എല്ലാത്തരും തന്നെയാണ്. നമ്മളൊരു 2 വീക്ക് വരെയ്ക്കൊരു നമ്മളെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ. ഇപ്പോൾ നമ്മൾ WMO പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, ഓർഫനേജ് പോകുന്നുണ്ട്, മദ്രസ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇപ്പോൾ CH സെൻറ്ററിൽ പോയി, കോഴിക്കോട് CH സെൻറ്ററിൽ പോയി, ബുക്ക് ഡിപ്പോ പോയി, അങ്ങനെ പല മേഖലയിൽ വൈവിധ്യമായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് ഞങ്ങൾ മഹലിൽ പോയി, അവിടെ സ്കൂളും മദ്രസയും ഒരേപോലെ വർക്ക് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ സ്റ്റേജുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസൈറ്റ് അവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സുഖം. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ് ഇവർക്ക് ഇനി ഒരു 4 വർഷം കൂടി ബാക്കിയുണ്ട്. അപ്പം ഇവരെ നമ്മളൊരു 10 ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജേർണലിസം, ലോ, അതുപോലെ തന്നെ സിവിൽ സർവീസ്, പിന്നെ മുസ്ലിം റിലീജിയസ് സ്കോളർഷിപ്പിൻ്റെ വിവിധ, ഇപ്പോൾ ഇമാം, ഖത്തീബ്, സ്കോളർ, സോഷ്യൽ എൻ്റർപ്രീനിയർ, ഒരു എഡ്യൂക്കേറ്റർ, ട്രെയിനർ, ടീച്ചർ, അങ്ങനെ ഒരു 10 ഏരിയകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഡോക്ടറും എഞ്ചിനീയറും അല്ല, അതിനൊരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഡോക്ടർ, എഞ്ചിനീയർ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ സോഷ്യൽ എഞ്ചിനീയർ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാം. ഇവർ സോഷ്യൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു കിങ് മേക്കർ, ഇങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിന് പറയുന്നത്. അപ്പോൾ ഇവർ ലീഡേഴ്സായിട്ട് വരുന്ന, ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ കേവലം നേതാവ് എന്നുള്ള അർത്ഥത്തിലപ്പുറം ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ട് അതിൻ്റെ ഒരു ഏതെങ്കിലും മേഖലയിൽ ഇപ്പോൾ ലീഗൽ സൈഡോ ഭാവിയിലൊരു നേതൃത്വത്തിലേക്ക് നമുക്ക് അടുത്ത 20 വർഷത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഇവരെ കൊണ്ട് ഒരുപാട് ആളുകൾ, പിന്നെ നമ്മുടെ പിന്നെ നേരിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ലെങ്കിലും ഇവർ ഇനി അതിൻ്റെ അല്ലേ, അതിനല്ല ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയിലും. UPSC करना चाहते हैं. UPSC. So why do you selecting UPSC? Why? Because Serve the community. Community. Serve the community. Serve the community. Okay. How is the experience from Zubair Hudawi, sir? He is one of the role model for us. Why? Why? Because We have never seen such a person who is working for the community. First time we are watching him that they are doing for other communities. Just like he is from Kerala, but he came to our Bihar and he surveyed the whole state and he find that the district Kishanganj is behind in terms of education. So he chose them and he started an institution there, and alhamdulillah we got a chance to admit there, and we are getting now both the Islamic as well as contemporary education from there, and we are getting the experience by watching them, by watching the persons who are coming from Kerala to our institution. They used to motivate us and they used to tell about Kerala, but we are fortunate. I feel that I am fortunate that we got a chance to visit such a state where we are watching all the things, just like NGOs and institutions, how the peoples are working here for the purpose of education, how they are rising their state. So these all are the role model for us. We are thinking like that. Yeah. Okay. എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവർ +2 +1 ആണ്. ഒരു പക്ഷേ നമ്മുടെ സ്റ്റുഡൻസ്, കാരണം ഇവർ LKG UKG ആ സംവിധാനം ഒന്നും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പോകുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ ഇപ്പം ഇംഗ്ലീഷ് തന്നെ അതിൻ്റെ ടോപ്പ് ലെവലിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഷോക്കിംഗ് ആണ്. ഞാനൊരു ടീച്ചറും കൂടെ ആകുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ?
ഈ രീതിയിൽ ഒരു പക്ഷേ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ആശയം അതെ സംസാരം ഉണ്ടാവും, പക്ഷെ ഒരു വലിയ കാഴ്ചപ്പാടോട് കൂടിയുള്ള സംസാരം അതൊരു ചെറിയ സംഗതിയല്ല. അപ്പോൾ താങ്കളുടെ പിന്നെ US വിസിറ്റും UK വിസിറ്റും JNUവിൽ വെച്ചുള്ള അനുഭവങ്ങളും കേരളത്തിലെ അനുഭവങ്ങളും ഓൾ ഇന്ത്യ യാത്രാ അനുഭവങ്ങളും വിദേശ രാജ്യങ്ങളെ അനുഭവങ്ങളും ഒപ്പം തങ്ങളോടൊപ്പമുള്ള തങ്ങളെ പോലുള്ള ആളുകൾ ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എത്താനുള്ള കാരണം അവിടുത്തെ ഒരു ലോക്കൽ ആളുണ്ടായിരുന്നു. അയാൾ കേരള വിസിറ്റ് ചെയ്തു. അബ്സാർ നമ്മളൊപ്പം ഇല്ല, 2017 ദാറുൽ ലീഡർഷിപ്പ് സമ്മിറ്റ് വെച്ചിരുന്നു. അപ്പോൾ അവർ വന്ന് തിരിച്ചു പോയിട്ട് നമ്മളെ നിരന്തരമായിട്ട് വിളിച്ചു. സയ്യിദ് ഉദവി ഞാനും അവരൊക്കെ അവിടെ പോയി വിസിറ്റ് ചെയ്തു. പിന്നെ അവിടെ പോയി നിൽക്കണം തോന്നി. അങ്ങനെ 2018 ഞാനും സയ്യിദ് മുദ്ദസിർ ഹുസൈൻ ഉദവി ദാറുൽ 12 കൊല്ലം പഠിച്ച് ഉദവി കട്ടിഹാർന്ന് വന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുർത്തുബന്റെ പ്രിൻസിപ്പളാണ്. What do you want to say to my viewers? अल्हम्दुलिल्लाह हमें यहाँ पर हमारे लीडर सैयद अब्बास अली शहाब तंगल इनके यहाँ आकर बड़ी खुशी हुई. फर्स्ट टाइम हमारे बच्चों के साथ में हम यहाँ पर आए हैं और अल्हम्दुलिल्लाह अब्बास अली शहाब तंगल की क़ियादत में और डॉक्टर ज़ुबैर हुदैवी उस्ताद उनकी निगरानी में हम सब आगे बढ़ रहे हैं. और मैं मेरी ये बातों को केरल के बाहर के लोगों से भी मैं मुखातब हूँ, उनसे भी कहना चाहता हूँ कि अल्हम्दुलिल्लाह केरल का एक माहौल है और यहाँ पर एक अच्छी तंजीम है और उलमा उमरा दोनों एक साथ मिल कर के काम कर रहे हैं, जिसकी वजह से केरला हर एतबार से तरक्की की राह में है. तो इंशाअल्लाह ये माहौल, ये सिस्टम, हमारे पीछे जो हमारे बच्चे हैं इंशाअल्लाह ये फ्यूचर के लीडर्स हैं, मुस्तकबिल के कायद हैं. ये इंशाअल्लाह ये केरला का एक मॉडल, एक माहौल इंशाअल्लाह वो हमारे बिहार में और अदर स्टेट में इंशाअल्लाह वो कायम करेंगे इंशाअल्लाह. കുട്ടികൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് വന്ന കുറേ ആൾക്കാരാണ്. CT അബ്ദുൽ ഖാദർ ഹാജി അവിടെ വന്ന് നമ്മളെ ട്രസ്റ്റ് മെമ്പറാണ്. ഇവരെ ഇതിലാണ് നമ്മളെ പ്രയാൺ ഫൗണ്ടേഷന്റെ നേതൃത്വം നൽകുന്ന മൂപ്പരാണ്. ഒരു വർഷം കുട്ടികളെ അവിടെ സ്കൂളിൽ ചേർത്തിട്ട് ഞങ്ങളെ കൂടെ അവിടെ നിന്ന് കുട്ടികളെ കൂടെ സ്കൂളിൽ അവിടെ കുട്ടികളൊക്കെ അവിടെ ബീഹാറിൽ കൊണ്ടുവന്ന് ചേർത്തിട്ട് മൂപ്പരവിടെ കാസർഗോഡാണ് ഇവര് വീട്. ഇപ്പൊ ഹൈലൈറ്റിലാണ് ഇവർ താമസം. അപ്പോൾ അങ്ങനെ കുറെ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണവും പിന്തുണക്കുന്നു. ഇപ്പോ തങ്ങളെ മോനെ ഇവിടെ വന്നിരുന്നു, രാജീവ് വന്നിരുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ രാജീവ് കുട്ടിപരമായിട്ട് ഇന്ററാക്ഷൻ നടത്തി കുറേ നേരം. അപ്പോൾ രാജീവിനോട് കുട്ടികൾ ചോദിച്ചു നിങ്ങളെ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ രാജീവ് പറഞ്ഞു എനിക്ക് വല്ലാണ്ട് ഒരു ഫീലിംഗ് ചെയ്തൊരു സംഗതി, അഥവാ എൻ്റെ ഫോർ ഫാദേഴ്സൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊക്കെ കൂടി രാജീവ് ഇപ്പോൾ ജിൻഡൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ നാഷണൽ ലെവലിൽ എൻ്റെ ഒരു ഹിദ്മത്ത് ചെയ്യണം, നിങ്ങളുടെ ഒക്കെ കൂടിയിട്ട് നിങ്ങളെ സപ്പോർട്ടോട് കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അസിമിലേഷൻ അങ്ങനെ നമുക്ക് ഒരുപാട് ഒന്നിച്ച് ചേർന്നാൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളാണ്. NGOs ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ നമ്മൾ ഈ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ വളരെ നെഗറ്റീവ് ന്യൂസുകളാണ് ഇപ്പോഴും സ്പ്രെഡ് ചെയ്യാം. അതിൻ്റെ ഇപ്പോൾ നേട്ടം നേടിയ ആൾക്കാരെ ആർക്കും അറിയില്ല, പ്രശ്നങ്ങളെല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തനം, ഞാൻ പ്രശ്നമില്ല എന്ന് പറയല്ല, പക്ഷെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വേണ്ട. ഇപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ മാത്രം വർക്ക് ചെയ്താൽ 12 വരെ എല്ലാവർക്കും വിദ്യാഭ്യാസ അവകാശമാണ്. അത് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ അല്ലെങ്കിൽ ദളിത് ഭൂരിപക്ഷ മേഖലയിലൊക്കെ ആയിരക്കണക്കിന് സ്കൂളുകളുടെ ആവശ്യമുണ്ട്. +2 വരെ നല്ല വിദ്യാഭ്യാസം കിട്ടിയ പോലെ എവിടെയെങ്കിലും പോയി പഠിച്ചോളും, അല്ലെങ്കിൽ അവർക്ക് ജോബ് കിട്ടും. നല്ല ഹ്യൂമൻ റിസോഴ്സാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട്. വളരെ സന്തോഷം. എന്താ കോഴിക്കോട് നിന്ന് വരികയാണ് അല്ലേ? എന്താ ഈ ഒരു മീറ്റിംഗ് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഇത് തങ്ങളാണ് നമ്മുടെ ബാക്ക് ബോൺ. ഞങ്ങളെപ്പോഴും സാധാരണ 4000 കിലോമീറ്റർ ദൂരെയാണ്. ചെറിയൊരു ആവശ്യത്തിന് നമ്മളെ ഡയറക്ടർ ബോർഡ് മെമ്പർ അവിടുത്തെ ബിഹാരികാരൻ പെട്ടെന്ന് മരിച്ചാണ്. പെട്ടെന്ന് ഇതായിപ്പോൾ ഞങ്ങൾ ഉടനെ 2 ഫ്ലൈറ്റ് കയറി വരണം. അപ്പം അങ്ങനെ എനർജി നമുക്കുണ്ട്. നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ സുബൈർ ഹുദവി ഈ വലിയൊരു സംഭവം നമ്മളെ കേരളത്തിൽ എത്ര വലിയ അനുഗ്രഹമാണ്. അവിടെ ഒരു വലിയ റിനൈസൻസ് മൂവ്മെൻ്റ് ആണ് നോർത്ത് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കുട്ടികൾ അവരുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അവരിവിടെ വന്ന് അല്ലേ, ആർ യു ഹാപ്പി? നൗ ദേ ആർ വെരി ഹാപ്പി ആൻഡ് ദർ ഫേസസ് ആർ വെരി വെരി atmosphere is too much. Okay,
വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഭവം നിൽക്കുന്നത്. അവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ പഠിച്ചു വരുമ്പോൾ അതും ഇവർക്കൊരു സോഷ്യൽ എഞ്ചിനീയർ ആവാനുള്ള ടാസ്ക്കാണ് കൊടുക്കുന്നത് മനസ്സിലാക്കി. സമൂഹത്തിൽ ആവശ്യമായ ഡോക്ടർ എഞ്ചിനീയർ അല്ല, ഡോക്ടർ എഞ്ചിനീയറെ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരവസ്ഥ. ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ച് അപ്പോൾ അവർക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റിയും അവിടുത്തെ ഒരു മൂവ്മെൻറ്റും ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ്റെ വളർച്ചയൊക്കെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഐ അപ്രീഷിയേറ്റ് യു, എവറിത്തിങ് ഈസ് ഓക്കെ. താങ്ക് യു. എന്താണ് ജാഫർ സാഹിബേ, എന്താണ് നമ്മൾ നാട്ടുകാരനാണ്, എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കട്ടെ, എൻ്റെ സുഹൃത്താണ്, എന്താ നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണല്ലോ. അതായത് നമ്മൾ ഇതിൽ നിന്ന് കാണുന്ന ഒരു വിഷയം, ഇനി നമുക്ക് സാധാരണക്കാർക്ക് ഇതിന് ചെയ്തു കൊടുക്കാനുള്ളത് എന്താണോ ഇവർക്ക് നീഡ്സ് അത് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അതെ അതെ അതെ. ദാറുൽ ഹുദയുടെ ഒരു സംസ്ഥാപനത്തിൽ ബാപ്പുട്ടിയാജി കണ്ട ഒരു സ്വപ്നത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. കേരളത്തിൽ നമുക്ക് അത്യാവശ്യമുള്ള സെറ്റപ്പൊക്കെ ഇങ്ങനെ റെഡി, ഇതില്ലാത്ത ഒന്നുമില്ലാത്തൊരു നാട്ടിൽ പോയിട്ട് ഇവരെ പോലത്തെ മക്കളെ ഉണ്ടാക്കിയെടുത്തു എന്ന് കാണുമ്പോൾ അതിലുള്ളൊരു വലിയൊരു സന്തോഷം, വലിയൊരു ഹാപ്പി. ഇനി നമുക്ക് ചെയ്തു കൊടുക്കാൻ, നമുക്ക് നേരിട്ട് അവിടെ ഇടപെടാനോ നേരിട്ട് ഇങ്ങനെ ചെയ്യാനൊന്നും കഴിയുന്നില്ല നമ്മളെ പോലുള്ളവർക്ക്. അപ്പോൾ നമുക്ക് ഇവർക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. പിന്നെ ആക്ച്വലി ഞാൻ പിന്നെ എന്നെ സുബൈറുദവി പല പ്രാവശ്യം ബീഹാറിലേക്ക് ക്ഷണിച്ചു. ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളവിടെ എത്തും. അതിന് സമയമായിട്ടില്ല, ആവട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് വരാൻ കാരണം പിന്നെ നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ മാറിക്കാൻ പറ്റില്ല. ഇന്ന് ഒരുപാട് ആക്ച്വലി തിരക്കുണ്ടെങ്കിലും എല്ലാ തിരക്കും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം എനിക്കും കിട്ടുമല്ലോ മേലെന്ന്. ഓക്കെ, പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, ഏകദേശം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. എന്തെങ്കിലും രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അവിടെ പോകണമെന്നില്ല, ഇവരെ ബന്ധപ്പെടുക. നമ്മൾ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. ഇനി ബീഹാർ പോകുന്ന ആളുകൾ കിഷൻജംഗിലൊക്കെ ഒന്ന് പോയി കാണുക ഈ സംവിധാനം എന്താണെന്നുള്ളത്. ഓക്കെ, എന്താ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾക്ക്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകളുടെ പിന്തുണയോട് കൂടി മാത്രമേ ഇത്ര ഒരു സംവിധാനം സാധ്യമാവുള്ളൂ. പല ആളുകളും തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു ഇതിൽ നിന്ന്, ഒരു വാടക ബിൽഡിങ്ങിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് ഒരു 23 ഏക്കർ ക്യാമ്പസ് ഉണ്ട്. ഒരു 40 ഏക്കറെങ്കിലും ക്യാമ്പസ് വികസിപ്പിക്കണം, ഒരുപാട് സംവിധാനങ്ങളിലേക്ക് എത്തണം. ആ കുട്ടികളിലേക്ക്, ഓരോ കുട്ടികളെ ഇപ്പം നമ്മൾ ഇവരെ ലീഡർഷിപ്പിന് ഉണ്ടാക്കുന്നത് ഇവരെ പാവപ്പെട്ടവരാണ് അധികവും, പക്ഷെ പാവപ്പെട്ടവരെ എന്ന് നോക്കിയിട്ടല്ല, കഴിവുള്ള കുട്ടികളെ ലീഡേഴ്സ് ആക്കണം. അപ്പൊ അവർക്ക് നമ്മൾ പാവപ്പെട്ടവർക്ക് സൗജന്യ വിദ്യാഭ്യാസം അല്ല ഇപ്പോൾ കൊടുക്കുന്നത്, കഴിവുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയുള്ള മാക്സിമം എഡ്യൂക്കേഷൻ പഠനമാണ് നന്നായി കൊടുക്കുന്നത്. മാക്സിമം എഡ്യൂക്കേഷൻ ഇവരെന്തായാലും പല ഉന്നതങ്ങളിൽ പലയിടത്തും എത്തുന്നു. ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്ന രീതിയിലേക്ക് പലരും വരാറുണ്ട്. 40,000 ഒരു വർഷത്തെ സ്പോൺസർഷിപ്പിനുള്ള അങ്ങനെ ചെയ്യാം, അത് ചെയ്യുന്നവരുണ്ട്. വർഷത്തിൽ ഒരു എമൗണ്ട് തരുന്നവരുണ്ട്. അത് വലുത് മുതൽ ചെറുത് വരെ. ഞങ്ങളൊരു 2,000 ഉറുപ്പെങ്കിലും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം തരാവുന്ന ആളുകൾ ഒരു പ്രാവശ്യം അവർ തന്നാൽ ബാക്കി വർഷം മുഴുവനും നമ്മൾ അവർക്ക് അപ്ഡേറ്റ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ മിനിമം 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മളിപ്പോ ഏത് രീതിയിലും സഹായിക്കാം. അതിന് നമ്മൾ ഏത് ഡീറ്റെയിൽ അതിൽ കൊടുക്കുന്നത്? അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ ഫോൺ ജിപേ നമ്പർ ഉണ്ട് നമ്മളെ അക്കൗണ്ട്. അത് ഏത് അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അത് കുർത്തുബ അക്കൗണ്ടിന്റെ നമ്പർ വേണ്ട, അത് നമുക്ക് പ്രിന്റ് കൊടുക്കാം. ഏത് ബാങ്കിന്റെ, ഇതിന്റെ ട്രസ്റ്റിന്റെ, HDFC ബാങ്കിന്റെ കുർത്തുബ വെൽഫെയർ ഫൗണ്ടേഷന്റെ നമ്പറാണ് കൊടുക്കുന്നത്. നമ്പർ നമ്മളതില് അക്കൗണ്ട് ആണ്. അതിൽ നമ്മൾ ജിപേ നമ്പർ ഉണ്ട്. പിന്നെ ഡയറക്റ്റ് പേയ്മെന്റ് ഗേറ്റ് വേണ്ട. തക്കാത്തുഫ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. തക്കാത്തുഫ് എന്ന് പറഞ്ഞാൽ TAKATUF, ഷോൾഡർ ടു ഷോൾഡർ എന്നാണ് അറബിയിലെ ആ വാക്കിന്റെ അർത്ഥം. തോളോട് തോൾ ചേർന്ന് കുർത്തുബയോടൊപ്പം എന്നാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യാം. നിങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മളെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടും. ഇത് ഒരു വിദ്യാഭ്യാസ മൂവ്മെന്റിന്, ഒരു ഭാവിയിലേക്കുള്ളതിന് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അത് തീർച്ചയായിട്ടും അതിന് 100% അത് അങ്ങനെ തന്നെ വളരെ കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തും. ദാറുൽ ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അതിന്റെ മേൽനോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇതേപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനന്റെ വലിയ പ്രൊജക്ട് നടക്കുന്നുണ്ട്. ദാറുൽ ഹുദന്റെ അനേകം പ്രൊജക്ടുകൾ വേറെ നടക്കുന്നുണ്ട്. ഇത് ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു സ്ഥലത്താണ്. ഇത്രയാലും തീരൂല. അപ്പൊ നമുക്ക് പരമാവധി ഇത്രയും ആളുകളുണ്ടല്ലോ, അത്രയും ആളുകളിലേക്ക് എത്തിയാൽ ഓക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രേക്ഷകര്. अस्सलाम वालेकुम रहमतुल्लाहि वबरकातुहू। हमारा जो बिहार से सफ़र शुरू हुआ 1 जनवरी को इसका नए साल के साथ हमारा ये सफ़र भी शुरू किया गया। तो हम 1 जनवरी को ट्रेन में बैठे, उसके बाद सभी बच्चे बहुत खुश थे। तैयारी पहले से ही चल रही थी, हर वक्त मतलब हफ्ते भर तक इस चीज़ करने की ख्वाहिश थी। आज तक हम जब बिहार में थे 6 साल से यहाँ से आए,